ജില്ലാ കളക്ടറുടെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നതടക്കമുള്ള അന്വേഷണമടക്കമുള്ള കാര്യങ്ങൾ കൂടി അവിടെ പുരോഗമിക്കുന്നുണ്ട്. കാരണം ഈ മെഡിക്കൽ കോളേജ് അപകടത്തിൽ പ്രാഥമിക റിപ്പോർട്ടാണ് കളക്ടർ ഇപ്പോൾ സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ധനസഹായം സംബന്ധിച്ച റിപ്പോർട്ട് മാത്രമാണ് ഇപ്പോൾ കൈമാറിയിട്ടുള്ളത്. പക്ഷേ അപകടമുണ്ടായ കെട്ടിടത്തിന്റെ 3-ാം നിലയിലെ ശുചിമുറി രോഗികൾ ഉപയോഗിച്ചിരുന്നതായുള്ള വിവരങ്ങൾ കൂടി കളക്ടറുടെ പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. അതായത് അടച്ചിട്ട കെട്ടിടമാണ്, അല്ലെങ്കിൽ അവിടെ ആളുകൾ ഇല്ലാത്ത ഉപയോഗശൂന്യമായ കെട്ടിടമാണെന്ന് പറയുമ്പോഴും അവിടെയൊക്കെ നിർബാധം ആളുകൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിൽ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുകയാണ്. ജോസി, അതായത് മുഴുവനായും അടച്ചിട്ടിരിക്കുകയായിരുന്നില്ല, അല്ലെങ്കിൽ പ്രവർത്തിക്കാതിരിക്കുകയായിരുന്നില്ല എന്നുള്ളത് കൂടിയാണ്. രോഗികൾ നിർബാധം ഈ 3-ാം നിലയിലെ ശുചിമുറി ഉപയോഗിച്ചിരുന്നു, അതാണ് ഇത്ര ഒരു അപകടത്തിന് കാരണമായത് എന്നുകൂടി മനസ്സിലാക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വിവരങ്ങൾ കൂടിയാണ് ജില്ലാ കളക്ടറുടെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്, അല്ലേ? ജിൽസി, തീർച്ചയായും 3 നിലകളുള്ള ശുചിമുറി കോംപ്ലക്സിന്റെ ഭാഗമായി ഉള്ള ഏറ്റവും മുകളിലത്തെ നിലയിൽ ആളുകൾ ശുചിമുറികൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് കളക്ടറുടെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. ഇക്കാര്യങ്ങൾ അടക്കം ചേർത്തുകൊണ്ടായിരിക്കും സമഗ്രമായ അന്വേഷണ റിപ്പോർട്ട് കളക്ടർ സർക്കാരിന് സമർപ്പിക്കുക. അടുത്ത ആഴ്ചയാകും സർക്കാരിന് ഈ റിപ്പോർട്ട് സമർപ്പിക്കുക. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫയർഫോഴ്സിൻ്റെയും അതോടൊപ്പം പൊതുമരാമത്ത് ബിൽഡിംഗ് വിഭാഗത്തിൻ്റെയും റിപ്പോർട്ടും ഉപറിപ്പോർട്ടുകളായി ഇതിനോടൊപ്പം ചേർത്ത് സമഗ്രമായിരിക്കും ഒരു റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുക. ആരോഗ്യവകുപ്പിനാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. കൂടാതെ ആശുപത്രി സൂപ്രണ്ട്, മറ്റ് ഉദ്യോഗസ്ഥർ, ജീവനക്കാർ, ബിന്ദുവിൻ്റെ കുടുംബാംഗങ്ങൾ എന്നിവരുടെ അടക്കം വിശദീകരണം തേടിയ ശേഷമായിരിക്കും ഈ റിപ്പോർട്ട് സമഗ്രമായി സമർപ്പിക്കാൻ സർക്കാർ അല്ലെങ്കിൽ കളക്ടർ തയ്യാറാകുക എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. പ്രധാനമായും അന്ന് ഈ അപകടത്തിന് ശേഷം ബിന്ദുവിൻ്റെ ഭർത്താവ് പറഞ്ഞിരുന്നു, ഈ 3-ാം നിലയിലെ ശുചിമുറി ബിന്ദു ഉപയോഗിച്ചിരുന്നു. കിടന്നിരുന്ന വാർഡിൽ നിന്നും ഏറ്റവും സൗകര്യത്തിൽ എത്താൻ കഴിയുന്നത് ഈ ശുചിമുറിയായിരുന്നു. തങ്ങൾ ആദ്യം ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോൾ പുറത്ത് മുറിയെടുക്കാമെന്നതായിരുന്നു കരുതിയത്. കാരണം 15 ദിവസത്തോളം ആശുപത്രിയിൽ കഴിയണമെന്നുള്ള നിർദ്ദേശമാണ് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ന്യൂറോ സർജറിയുടെ തീയതി തീരുമാനിക്കുന്നത് 15 ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും അനുയോജ്യമായ സമയം ഡോക്ടർ അറിയിക്കുമെന്നാണ് അറിയിച്ചത്. അതുകൊണ്ട് തന്നെ 15 ദിവസം മുമ്പ് അവർ ചികിത്സ തേടി ആശുപത്രിയിൽ എത്തുകയായിരുന്നു. അഡ്മിഷനായി ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് ഈ ദാരുണ സംഭവം ഉണ്ടാകുന്നത്. എന്തായാലും ഈ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിൻ്റെ നടപടികൾ വേഗത്തിൽ പുരോഗമിക്കുകയാണ്. ഇത്തരം വിശദീകരണങ്ങളും അതോടൊപ്പം ഉപറിപ്പോർട്ടുകളും ഒക്കെയും ചേർത്തായിരിക്കും സമഗ്രമായ റിപ്പോർട്ട് കളക്ടർ സമർപ്പിക്കുക. ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ്. പ്രാഥമിക റിപ്പോർട്ടിൽ ധനസഹായം സംബന്ധിച്ച് ക്യാബിനറ്റിന് തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയാണ് കളക്ടർ ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ കുടുംബത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ, ഉപജീവന മാർഗം, ഭാവിയിലേക്കുള്ള സുരക്ഷ എന്നിവ അടക്കമുള്ള കാര്യങ്ങളിൽ പരാമർശങ്ങളുണ്ട്. ഇക്കാര്യങ്ങളാണ് പ്രധാനമായും ഈ പ്രാഥമിക റിപ്പോർട്ടിൽ സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടികൾ കടുപ്പിക്കുകയാണ് ആർപ്പൂക്കര പഞ്ചായത്തും. ആർപ്പൂക്കര പഞ്ചായത്ത് കോട്ടയം മെഡിക്കൽ കോളേജിന് ക്യാമ്പസിനുള്ളിലെ മുഴുവൻ കെട്ടിടങ്ങളുടെയും ഫിറ്റ്നസ് വിവരങ്ങൾ തേടി മെഡിക്കൽ കോളേജ് അധികൃതർക്ക് നോട്ടീസ് നൽകും. ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം അടുത്ത ദിവസം ചേരുന്ന ആർപ്പൂക്കര പഞ്ചായത്ത് കമ്മിറ്റി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ പഞ്ചായത്ത് ഉയർത്തിയിരുന്നൊരു ആക്ഷേപം ഇത്തരത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യങ്ങളും നടപടിക്രമങ്ങളും ഭരണപരമായ നടപടിക്രമങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും അടക്കം പഞ്ചായത്തുമായി ആലോചിക്കുന്നില്ല എന്നുള്ള കാര്യമായിരുന്നു ആർപ്പൂക്കര പഞ്ചായത്ത് ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം. ഇതിനുശേഷമാണിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്തും നടപടിക്രമങ്ങൾ കടുപ്പിക്കുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർത്തിവെച്ച ഓപ്പറേഷനുകൾ നാളെ മുതൽ പുനരാരംഭിക്കുമെന്നും ഇപ്പോൾ ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. പുതുതായി 4 തിയേറ്ററുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഈ 11, 14 വാർഡുകളിൽ പ്രവർത്തിച്ച 4 തിയേറ്ററുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. നാളെ മുതൽ നിർത്തിവെച്ച ഓപ്പറേഷനുകൾ വീണ്ടും പുനരാരംഭിക്കുകയും ചെയ്യും. ജിൽസി. ശരി, ജോസി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.